സമുദ്ര സാംസ്കാരിക കേന്ദ്രം മാതൃഭാഷാ പുരസ്കാരം 2025 സമ്മാനിച്ചു. കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സമുദ്ര സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ മാതൃഭാഷാ പുരസ്കാരം 2025 വിതരണം ചെയ്തു. വിവിധ വിഭാഗങ്ങളിൽ നിന്നും 55ഓളം കൃതികൾ ലഭിച്ചതിൽ ജനാധിപത്യ സംവിധാനത്തിന്റെ മാതൃഭാഷ വികസനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്ന ഡോക്ടർ ആർ ശിവകുമാർ രചിച്ച ഭാഷാ വികസനത്തിന്റെ ജനാധിപത്യ വഴികൾ എന്ന പഠനമാണ് മാതൃഭാഷാ പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 10,001 രൂപയും മൊമന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഒപ്പം കൃതികൾ അയച്ച 55 പേർക്കും മൊമന്റോയും ക്യാഷ് അവാർഡും ഏർപ്പെടുത്തി. MV ജനാർദ്ദനൻ രചിച്ച പെരുമലയൻ എന്ന നോവൽ, അനിൽകുമാർ പവിത്രേഷനും രചിച്ച മാതൃഭാഷയും നവകേരള സൃഷ്ടിയും എന്ന പഠനം എന്നീ കൃതികളും വിധികർത്താക്കളുടെ പ്രത്യേക പരാമർശത്തിന് വിധേയമായി. പ്രശസ്ത കവി തോട്ടം ഭുവനേന്ദ്രൻ നായർ, ഫാത്തിമ മാതാ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ MR ഷെല്ലി, ഡോക്ടർ പ്രസന്നകുമാർ എന്നീ വിധികർത്താക്കളാണ് പുരസ്കാരം നിർണയിച്ചത്. പുരസ്കാര വിതരണ ചടങ്ങ് ബഹുമാനപ്പെട്ട PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും പ്രമുഖ കവിയും ഗാനരചയിതാവും പ്രഭാഷകനും തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലറുമായ K. ജയകുമാർ IAS പുരസ്കാര വിതരണം നടത്തി. സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്ലാക്കാട് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടാത്തല ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. സമുദ്രതീരം ചെയർമാൻ റൂവൽ സിംഗ് M, തോട്ടം ഭുവനേന്ദ്രൻ നായർ, MV ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് KP സജിനാഥ്, പ്രണവം ഷീല മധു, സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്ര പിള്ള, ഡോക്ടർ R ജയചന്ദ്രൻ, SR മണികണ്ഠൻ, KG രാജു, VP രാജീവൻ, സന്തോഷ് പാരിപ്പള്ളി, N രാജശേഖരൻ പിള്ള, ഡോക്ടർ MB സുരേഷ് ബാബു, സുജിത് സോമൻ, സുമ AR, പത്മ S ചിറക്കര, ബീന റാഫി, സിന്ധു M, അനിൽ ആഴാവീട്, ദീപക് പ്രഭാകരൻ, ഡോക്ടർ ലാലു S കുറുപ്പ്, പകൽക്കുറി വിശ്വൻ, റീന N രാജൻ, സരോജ രമേശ്, ശോഭന ശിവാനന്ദൻ, രേഷ്മ R, സന്ധ്യ ജയേഷ് പുളിമാത്ത്, ശിവദാസൻ പെരുമ്പുഴ, ഇന്ദിരാമ S, ശോഭ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി N ശ്രീകണ്ഠൻ നായർ നന്ദി പറഞ്ഞു. ബഹുമാന്യായ ശ്രീ റൂവൽ സിംഗ് എന്ന ചെറുപ്പക്കാരൻ ഇവിടെ ഒരു കറുത്ത ഷർട്ടുമൊക്കെ ഇട്ട് അവിടെയും ഇവിടെയുമായി മാറിയും തിരിഞ്ഞു നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് ഈ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം. ഇവിടെ ഇപ്പോൾ 41 അച്ഛനമ്മമാർ താമസിക്കുന്നുണ്ട്. ഈ പ്രദേശമാകെ പാറ നിറഞ്ഞ പ്രദേശമായിരുന്നു. പാറയിൽ ഭാഗം എന്നാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നത്. ഞാനിവിടുത്തുകാരനല്ല, ഞാൻ കൊട്ടാരക്കരയ്ക്കടുത്ത് കോട്ടാത്തല എന്ന സ്ഥലത്തെ താമസിക്കുന്ന ആളാണ്. കേരള കൗമുദി പത്രത്തിൻ്റെ കൊല്ലം ബ്യൂറോയിലെ റിപ്പോർട്ടറാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മാത്രം പരിചയപ്പെട്ട ഒരു പ്രദേശമാണ് ഇവിടെ. ആ പാറയിൽ മെറ്റലടിക്കാൻ പോയിരുന്ന അമ്മ ഏറ്റവും പുറകിലിരിപ്പുണ്ട്. ആ അമ്മയുടെ മകനാണ് റൂവൽ സിംഗ്. അച്ഛൻ ഉപേക്ഷിച്ചു പോയ ഒരു കുടുംബത്തിൽ കശുവണ്ടി തൊഴിലാളിയായിരുന്ന അമ്മ വൈകിട്ട് 5 മണിക്ക് കശുവണ്ടി ഫാക്ടറിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ചുറ്റികയും എടുത്ത് മെറ്റലടിക്കാൻ പോകുമ്പോൾ നന്നേ ചെറിയ പ്രായത്തിൽ 6 വയസ്സ് മുതൽ പോയെന്നൊക്കെ പറയുമ്പോൾ അതിശയം തോന്നും. ആ പ്രായത്തിൽ വരെ മെറ്റലടിക്കാൻ പോയ ഒരു കൊച്ചു പയ്യൻ പിന്നീട് പഠനത്തിനു ശേഷം ഗുജറാത്തിലും മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ ഒക്കാവുന്ന ജോലികളെല്ലാം ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ് നാട്ടിലേക്ക് തിരികെ എത്തി. ഓട്ടോ ഓടിക്കാൻ പോയി, ഫാം നടത്തി, വിവിധങ്ങളായ തൊഴിൽ ചെയ്തതിന് ശേഷവും ജീവിതം കരിപ്പിടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് മറുനാടുകളിൽ ജോലി ചെയ്ത കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയത്. എന്തായാലും ആ പ്രസ്ഥാനത്തിൽ അദ്ദേഹം വിജയിച്ചു. കൺസ്ട്രക്ഷൻ ഈ ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറായി ശ്രീ റൂവൽ സിംഗ് മാറി. പേരിൻ്റെ പ്രത്യേകത കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടുത്തുകാരനല്ല എന്ന് തോന്നും. റൂവൽ സിംഗ് എന്നൊക്കെ പറയുമ്പോഴും ഈ നാട്ടുകാരനായി ജനിച്ചു വളർന്ന അദ്ദേഹം അമ്മൂമ്മ കാഴ്ചയില്ലാതെ മതിയായ ചികിത്സ ലഭിക്കാഞ്ഞത് മൂലം കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരാളായിരുന്നു. ആ അമ്മൂമ്മയുടെ ഓർമ്മയ്ക്കായി എല്ലാ മാസവും നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി വരികയാണ്. ഞാനും വിവിധ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നതിലാണ്. ഞങ്ങളൊക്കെ ഒരു ക്യാമ്പ് നടത്തുമ്പോൾ 60-70 പേര് വന്നു കഴിഞ്ഞാൽ ആ ക്യാമ്പ് വലിയ വിജയമാണ് എന്ന് കരുതുന്ന ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ 600-700 പേരാണ് ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അതും ഈ പ്രദേശത്തുള്ളവരല്ല,
വിവിധ ജില്ലകളിലുള്ളവർ ഇവിടെ എത്തി ആ ക്യാമ്പിൽ പങ്കെടുത്ത് തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തി അവിടെ തിരികെ അവരുടെ വീടുകളിലെത്തിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവിടുന്ന ഒരു വലിയ ദൗത്യമാണ് പൂർണ്ണമായും സൗജന്യമായി ശ്രീ റൂവൽ സിംഗ് ഏറ്റെടുത്തത്. നിരവധിയായ ക്യാൻസർ രോഗികളെ സഹായിച്ചു. 2017 ആ വലതു സൈഡിലെ ഫോട്ടോയിൽ കാണുന്ന ഒരു ആംബുലൻസ് വാങ്ങിയിട്ട് ഇവിടെ സൗജന്യമായി സേവനം നടത്തുകയാണ്. ആക്സിഡൻറ്റ് പറ്റിയാലോ മരണമുണ്ടായാലോ തുടങ്ങി ആംബുലൻസിൻ്റെ സേവനം വേണ്ടുമ്പോൾ ഒന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് ചെല്ലും. പെട്രോൾ അടിക്കാൻ പോലും 1 രൂപ പോലും വാങ്ങുന്നില്ല എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു അലമാര സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പുതിയ വസ്ത്രങ്ങൾ നിറച്ചു വയ്ക്കും. ഏത് അപകടത്തിൽപ്പെട്ട് എപ്പോൾ ചെന്നാലും അതിൽ നിന്നും പുതിയ വസ്ത്രങ്ങൾ ആരോടും ചോദിക്കാതെ എടുക്കുക. ആരോടും ചോദിക്കേണ്ടെന്നല്ല, സെക്യൂരിറ്റിക്കാർ അവിടെ ഉണ്ട്. അപകടം പറ്റുകയാണെങ്കിൽ അവർക്ക് 1 രൂപയും കൊടുക്കാതെ അതിൽ നിന്നും പുതിയ വസ്ത്രങ്ങൾ എടുക്കാം. അന്ന് തന്നെ പകരം വസ്ത്രം അവിടെ കൊണ്ടുവെക്കുന്നതിന് റൂവൽ സിംഗ് സംവിധാനം ഒരുക്കുന്നുണ്ട്. നേത്രചികിത്സ ക്യാമ്പിൻ്റെ കാര്യം പറഞ്ഞു. വിവാഹ ധനസഹായം, ഒരുപാട് പേര് പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ചെയ്തു. വിവിധ വിദ്യാലയങ്ങളിൽ പഠന സഹായങ്ങൾ നൽകി. ഗവൺമെൻറ് സ്കൂളിനടക്കം കെട്ടിടമടക്കം നിർമ്മിച്ചു നൽകിയ ഒരു വലിയ മനുഷ്യൻ മറ്റൊരു അഭയകേന്ദ്രവുമായി ചേർന്ന് പ്രവർത്തിച്ചപ്പോഴാണ് എന്തുകൊണ്ട് ഈ അച്ഛനമ്മമാർക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു സംവിധാനം, അതൊരു ബിസിനസ് നാക്കില്ലാതെ എങ്ങനെ തുടങ്ങാമെന്ന് ചിന്തിച്ചതാണ് ഈ അഭയകേന്ദ്രം തുടങ്ങാനുണ്ടായ കാരണം. 4 വർഷം മുൻപ് അദ്ദേഹം തുടങ്ങി വെച്ച പ്രസ്ഥാനം ഇപ്പോൾ 41 അച്ഛനമ്മമാരിവിടെ താമസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. 41 പേരല്ല ഇവിടെ വന്നു പോയത്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ മുതിർന്നവർ ഒരു ഭാരമായി മാറുന്ന ജീവിത അവസ്ഥയുണ്ട്. സർക്കാരിൻ്റെ പെൻഷൻ കിട്ടുന്നവർക്ക് ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയും. ഇവിടെയും പ്രഥമ അധ്യാപികയായി വിരമിച്ച ഒരാളുണ്ടെന്ന് പറയുമ്പോൾ അവർക്കും പറ്റുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. അങ്ങനെയുള്ളവരെ സംരക്ഷിച്ച് വിവിധങ്ങളായ അസുഖങ്ങളുള്ളവരുണ്ട്. അവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സ്വന്തം അച്ഛനമ്മമാരെ പോലെ കരുതി റൂവൽ സിംഗ് താമസിച്ചിരുന്ന കുടുംബ വീടാണിത്. ഇത് അത്യാവശ്യം സംവിധാനങ്ങൾ കൂടി 41 പേർ ഞെങ്ങിയും ഞെരുങ്ങിയും ഇവിടെ താമസിക്കുകയാണിപ്പോൾ. സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു ഉത്തരവ് വന്നു. അച്ഛന്മാർക്കും അമ്മമാർക്കും കൂടി ഒറ്റ കെട്ടിടത്തിൽ താമസിക്കാൻ പറ്റത്തില്ല. ഒരു കെട്ടിടം പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും പ്രതിസന്ധിയായി. ഇവരെ പകുതി പേരെ ഇറക്കി വിടേണ്ടി വരും. എന്തായാലും തൊട്ടടുത്ത് തന്നെ അല്പം സ്ഥലം വാങ്ങി സുമനസ്സുകൾ 40 പേര് 2 ലക്ഷം രൂപ വീതം സഹായിക്കാമെന്നേറ്റ് ഒരു കെട്ടിടത്തിനുള്ള തറക്കല്ലിട്ട് അത്യാവശ്യം പണി തുടങ്ങി. ഇപ്പോൾ 3 കോടി രൂപയോളം റൂവൽ സിംഗ് വിവിധ ഇടങ്ങളിൽ നിന്നായി കടം വാങ്ങിയായും എന്തായാലും ഒരു കെട്ടിടം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ കെട്ടിടത്തിലേക്ക് മാറാനുള്ള സംവിധാനങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൂടി വാഗ്ദാനം ചെയ്ത മുഴുവൻ തുകയും വന്നില്ലെങ്കിൽ കൂടി ഒരുപാട് കടബാധ്യതകൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്തുവും വീടും വിൽക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പരസ്യം കൊടുത്തിരുന്നു എന്നത് ഞാൻ മനസ്സിലാക്കിയ ആളാണ്. സകല സ്വർണവും തുടങ്ങി എല്ലാം വിറ്റ് ഈ അച്ഛനമ്മമാരെ പരിപാലിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുത്തപ്പോൾ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുക, ഞാനടക്കമുള്ളവർ എൻ്റെ ജോലിയും കളഞ്ഞിട്ട് ഇവിടെ വരണമെങ്കിൽ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇവിടെ സഹകരിക്കുവാനും തയ്യാറായതിൻ്റെ കൂട്ടായ്മയാണ് നമ്മളിന്ന് കാണുന്നത്. ഇവിടെ എത്തിയ ഒരുപാട് എഴുത്തുകാരുണ്ട്. 51 എഴുത്തുകാർ പുസ്തകങ്ങൾ അയച്ചു തന്നു. 51 എഴുത്തുകാരിൽ 17 പേർ മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നത്. ആ സ്നേഹനിധികളെ മുഴുവൻ ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് സമുദ്രതീരത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ വയമ്പ് സാംസ്കാരിക വേദിയുടെ കുമാരനാശാൻ സ്മൃതി യാത്രയുമായി ബന്ധപ്പെട്ടാണ് സാറിൻ്റെ മുൻപിൽ നേരിട്ടിരുന്ന് സംസാരിക്കുവാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പോഴൊക്കെ ഒരു പരിചയമില്ലാത്തൊരാളെന്നുള്ള നിലയിലല്ല സാറിൻ്റെ സംസാരം. ദീർഘമായ പരിചയമുള്ള ഒരു നല്ലൊരു സുഹൃത്ത് വന്നിരുന്ന് സംസാരിക്കുന്നത് പോലെ സരസമായി, യാതൊരു മാനസിക സംഘർഷങ്ങളൊന്നും പെടാതെ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. ഞാൻ ആലോചിച്ചു പോയത്, അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ വഹിച്ച സ്ഥാനങ്ങളൊന്നും ചെറുതല്ല. സാധാരണ മനുഷ്യർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത വലിയ വലിയ സ്ഥാനങ്ങളിലാണ് അദ്ദേഹം ഇരുന്നിട്ടുള്ളത്. ആ സ്ഥാനങ്ങളൊക്കെ വഹിച്ച് അതിൻ്റെ നിർവഹണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴാണ് ഈ കവിത എഴുതാൻ സമയം കിട്ടുക? എപ്പോഴാണത് വായിക്കുക? ഒരു പത്രം വായിക്കാൻ പോലും സമയം കിട്ടത്തില്ല. നമ്മുടെ നാട്ടിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പോൾ പറയുന്ന സമയം കിട്ടിയില്ല, സമയമില്ലെന്ന്. ഇങ്ങനെയുള്ള ഈ പുതിയ കാലത്തും സാറ് സാഹിത്യരചനയിൽ ഏർപ്പെടുക. എനിക്ക് ഏറ്റവും അത്ഭുതം ഉണ്ടാക്കിയത്, സാറ് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കുമാരനാശാൻ്റെ നായികമാരെക്കുറിച്ച് പുസ്തകമെഴുതി പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ്. ചെറിയ കാര്യമാണ്, കുമാരനാശാൻ്റെയാണ്. ഒരു നോവലിലെ കഥാനായികയെ പോലല്ല, കുമാരനാശാൻ്റെ കാവ്യങ്ങൾ വായിക്കാനല്ല പറ്റുന്ന, പഠിക്കാനേ പറ്റൂ.
അങ്ങനെ പഠിക്കാൻ, അത് സാറിൻ്റെ വിഷയം തന്നെ മലയാളമല്ല, കെമിസ്ട്രിയോ സുവോളജിയോ ബോട്ടണിയാണെന്ന് തോന്നുന്നു. ജഗദീഷ് ശ്രീകുമാറുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അവർ രണ്ടുപേരും പറയുന്നത്, അങ്ങനെ ഒരു വിഷയം എടുത്ത് പഠിച്ച ഒരാൾ ഉള്ളിൽ അനുഗ്രഹീതമായി കിടക്കുന്ന ഒരു സാഹിത്യവാസനയുടെ പേരിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കുമാരനാശാൻ്റെ നായികമാരെ നിരൂപണാത്മകമായിട്ടോ വിമർശനാത്മകമായിട്ടോ ഒരു കൃതി പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നതാണ് ഞാൻ സാറിൽ കണ്ട ഏറ്റവും വലിയ വൈശിഷ്ട്യം. അതോടൊപ്പം അത്ഭുതകരമായി ഈ സമയങ്ങളെ ഉപയോഗിച്ച് സാഹിത്യത്തിലേക്കും മറ്റും കടന്നു പോകുന്ന സാറിൻ്റെ ജീവിതശൈലി. ഞങ്ങളൊക്കെ പലപ്പോഴും വിളിക്കുമ്പോൾ ഒരുപക്ഷെ സാർ ഗോവയിലായിരിക്കും, ചിലപ്പോൾ ഗൾഫിലായിരിക്കും. ഇതിൻ്റെ ഇടയിലൂടെ ഈ കാറിൽ ഇവിടെയൊക്കെ സഞ്ചരിച്ച് ഇവിടെയൊക്കെ വന്നു ചേരുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വം. സാറിനെ നമ്മളോട് സംസാരിക്കാനായിട്ട് ആദരവോടെ ക്ഷണിക്കുന്നു. കവിതയിൽ ഉപയോഗിക്കുന്ന പൂവ്, വീണപ്പൂവ് എന്ന് പറഞ്ഞാൽ അത് ശരി, ഒരു ബോട്ടണിസ്റ്റ് പറയുന്ന പോലെയാണ്. ഈ ഫ്ലവർ ഇന്ന സ്പീഷീസിൽപ്പെട്ട ഫ്ലവർ വിച്ച് വിൽ ബി നൗ ഫോർഗോട്ടൺ എന്നാണ് അതിൻ്റെ അർത്ഥം. തൂത്തുവാരി കളയുന്നതോടുകൂടി പൂവ് നഷ്ടമാകുന്നു, അതുകൊണ്ട് പൂവേ നിന്നെ ഞാൻ കഷ്ടമായി പോയി എന്നാണോ എൻ്റെ അർത്ഥം? അല്ല, ഉദാത്തമായ ഒരു സാധാരണ സന്ദർഭത്തിൽ അസാധാരണമായ ചിന്തകൾ കൊണ്ട് ഉജ്ജ്വലമാക്കാൻ സാധിക്കുന്ന, വളരാൻ സാധിക്കുന്ന ആ ഒരു വളർച്ചയുടെ ഇൻസ്റ്റിങ്ക്റ്റാണ്, വൈകാരികമായുടെ വളർച്ചയുടെ പ്രചോദനമാണ് സാഹിത്യം നമുക്ക് തരുന്നത്, അല്ലേ? ഞാനെപ്പോഴും തോട്ടിയുടെ മകനെ പറ്റി പറയും. തോട്ടിയുടെ മകനും തോട്ടിക്കുമൊക്കെ പ്രണയിക്കാൻ സാധിക്കുമെന്ന് നമ്മളോട് ആദ്യം വിളിച്ചു പറഞ്ഞത് മലയാളത്തിലെ എഴുത്തുകാരല്ലേ, തകഴിയല്ലേ? റിക്ഷ വലിച്ചുകൊണ്ട് നടക്കുന്ന സാമാന്യം വികൃതനും വിരൂപനും ഒക്കെ ആയിട്ടുള്ള പരുഷനുമായിട്ടുള്ള പപ്പുവിന് ഒരു പെൺകുട്ടിയെ തട്ടിയിട്ടതോടുകൂടി ജീവിതം അങ്ങ് മാറുകയാണ്. ആ പപ്പുവിൻ്റെ മനസ്സിൽ മകളോടുള്ള വാത്സല്യം, മകളുടെ അമ്മയോടുള്ള ഒരു ലൈന് നമ്മുടെ ഭാഷയെ പറഞ്ഞ്, ഇതൊക്കെ ഒരു റിക്ഷാക്കാരനും സാധിക്കും. പപ്പുവിനെ പോലെ പ്രാകൃതനായിട്ടുള്ള റിക്ഷാക്കാരൻ്റെ ഹൃദയത്തിലും ആ അലിവ് ഉണ്ടല്ലോ എന്ന് നമ്മളെ കൊണ്ട് തിരിച്ചറിയിക്കുന്ന ആരോട് എഴുത്തുകാരന് മാത്രമേ അത് സാധിക്കൂ. ലേഖനം വായിച്ചാലുണ്ടാവുകയില്ല. എം ടി വാസുദേവൻ നായർ എപ്പോഴും പറയുമായിരുന്നു, എം ഡിയുടെ നായകന്മാരെ പറ്റി നമ്മളിങ്ങനെ ഒരു കാഷ്വലായിട്ട് പറയുമ്പോൾ എല്ലാ സാമൂഹ്യ വിരുദ്ധരാണല്ലോ എം ഡിയുടെ നായകന്മാരത് ചുമ്മാ നമ്മൾ ഒരു കാഷ്വൽ ടോക്കിൽ പറയുകയാണ്. അപ്പോൾ പറഞ്ഞു, ശരിയാണ്, പണ്ടത്തെ സാഹിത്യ നിരൂപണത്തിൽ പറയും പോലെ ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാനായിട്ടുള്ളവരൊന്നും അല്ല. നമ്മളാരും അങ്ങനെ അല്ലല്ലോ. എം ടി പറയുകയാണ്, നമ്മളാരും അങ്ങനെ അല്ലല്ലോ, അങ്ങനെയുള്ള മനുഷ്യരില്ലല്ലോ. എത്ര കരിമ്പാറയ്ക്കുള്ളിലും ഒരു നീരുറവയുണ്ടോ എന്ന് അന്വേഷിക്കലാണ് എഴുത്തുകാരൻ്റെ ധർമ്മം. ഞാനത് കൊല്ലത്തെ എം ടി അനുസ്മരണത്തിൽ ഇത് പറഞ്ഞതാണ്. ഏത് കരിമ്പാറയ്ക്കുള്ളിലും, കണ്ട കരിമ്പാറയാണ് കേട്ടോ, അയ്യോ കരിമ്പാറ എന്ന് പറഞ്ഞ് നമ്മളെ സമൂഹ മനസ്സ് അവഗണിക്കുന്ന കരിമ്പാറയ്ക്കുള്ളിലും ഒരു നീരുറവയുണ്ടോ എന്ന് അന്വേഷിക്കലാണ് എഴുത്തുകാരൻ്റെ ധർമ്മം. അങ്ങനെ എഴുതപ്പെടുന്ന കഥയും കവിതയും നോവലുമൊക്കെ വായിച്ച് ഈറനണിഞ്ഞ മനസ്സുമായി ഒരു കുഞ്ഞ് അതിൻ്റെ ബാല്യകാലം, അതിൻ്റെ സ്കൂൾ ജീവിതം മുന്നേറുമെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവന് ജീവിതത്തെപ്പറ്റിയുള്ള ഒരു വൈകാരിക ബോധ്യം, ജീവിത സൗന്ദര്യത്തെപ്പറ്റിയുള്ളൊരു അവബോധം, അവൻ്റെ അമ്മയുടെ സ്നേഹം പോലും മനസ്സിലാക്കാനുള്ളൊരു കഴിവ്, ആ ജീവിതത്തിൻ്റെ വൈകാരികതയ്ക്ക് നേരെ പിടിച്ച ഒരു കണ്ണാടിയായി സാഹിത്യകൃതികൾ ആ കുഞ്ഞിനെ ഉദ്ദീപിപ്പിക്കുമെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക്, ആ മാനവിക ബോധ്യമുള്ള കുട്ടികൾക്ക് എന്തെല്ലാം ഹിംസാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാലും അവൻ പറയും, ഞാനിവിടെയല്ല നിലനിൽക്കേണ്ടത്, എൻ്റെ നിലപാട് തറ ഇതല്ല, ഇതിനപ്പുറത്താണ്, ഇതിന് എതിർക്കലാണ് എൻ്റെ ധർമ്മം എന്ന് വിചാരിക്കാൻ കുഞ്ഞു മനസ്സിൽ ഈ ആശയങ്ങൾ ഇട്ടുകൊടുക്കാൻ മലയാള ഭാഷയ്ക്ക്, മാതൃഭാഷയ്ക്ക് സാധിക്കൂ. ഇത്തരത്തിലുള്ള നല്ല കൃതികൾ ഇംഗ്ലീഷിലെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇത് ഉത്കൃഷ്ടമായ കൃതികളുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് അതൊന്നും വായിച്ചാസ്വദിക്കുവാനുള്ള സമയമായില്ല. അവനവൻ്റെ ഭാഷയിൽ അവൻ്റെ ചുറ്റുപാടുകളിൽ നടന്ന കാര്യങ്ങൾ ഇവിടെ ഒരു എഴുത്തുകാരൻ എഴുതി വയ്ക്കുമ്പോൾ ചുറ്റുപാടുകളിലേക്ക് നോക്കേണ്ട രീതി മാറുന്നു. അവൻ്റെ കണ്ണുകളിൽ ഒരു പുതിയ വെളിച്ചം തെളിയുന്നു. അവൻ്റെ മനസ്സിലൊരു പുതിയ വൈകാരികതയുടെ നീരുറവ അങ്ങനെ നുരഞ്ഞു പോകും. ഇതൊന്നും സാധിക്കാതെ പോകുന്നതാണ്. അഥവാ മലയാള ഭാഷയുടെ സാഹിത്യത്തിലും ഭാഷയുടെ അഴകിലും അഭിരമിക്കാൻ നമ്മുടെ കുട്ടികളെ അനുവദിക്കാത്ത ഒരു തലമുറ അനുഭവിക്കുന്ന ഒരു നിയോഗമാണ്, ഈ ഒരു വിധിയാണ് ഇന്നത്തെ യുവതലമുറയിലെ വയലൻസും വളരെ മൂല്യങ്ങളില്ലാത്ത പെരുമാറ്റവും. അവർ ഡ്രഗിന് അടിമപ്പെടുന്നുവെങ്കിൽ, അവർ ലഹരി മരുന്നിന് അടിമപ്പെടുന്നുവെങ്കിൽ അതിന് വേണ്ട പ്രതിരോധ ശക്തി അവനില്ലാതെ പോയി എന്നർത്ഥം. എന്തുകൊണ്ട് പ്രതിരോധ ശക്തി ഇല്ലാതെ പോയി? ജീവിതത്തെ പറ്റിയുള്ള അവൻ്റെ കാഴ്ചപ്പാട് തന്നെ വികലമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മൂല്യങ്ങളാൽ നയിക്കപ്പെടുന്ന എൻ്റെ അമ്മയും അച്ഛനും എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയെങ്കിൽ
അവർക്ക് ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കും? ഒന്നും തിരിച്ചു കൊടുക്കണ്ട. എൻ്റെ ജീവിതം ഭംഗിയായി മുമ്പോട്ട് പോയാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് തന്നെയാണ് പ്രതിഫലം എന്ന് തിരിച്ചറിയാനുള്ള വൈകാരികമായിട്ടുള്ള ഒരു കഴിവ് മക്കൾക്ക് നഷ്ടമാവുന്നത് കൊണ്ടാണ് ഇവർ ഈ മയക്കുമരുന്നിന് അടിമപ്പെടുന്നത്. അവരിലെ വയലൻസ് അവർ സ്വീകരിക്കുന്നതൊക്കെ തന്നെ പ്രതിരോധിക്കണമെങ്കിലുള്ള പല മരുന്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം ഈ സാഹിത്യ വിദ്യാഭ്യാസം ഉണ്ടാവുക എന്നുള്ളത് തന്നെ. അതുകൊണ്ട് മലയാള ഭാഷയെ, മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന് ഒരിക്കൽ കൂടി അതിനെ ആവർത്തിച്ചുകൊണ്ട് ആ ഭാഷയിൽ എഴുതപ്പെടുന്ന സാഹിത്യത്തിന് പുരസ്കാരങ്ങൾ കൊടുക്കുന്ന ഈ ചടങ്ങിന് ഒരു പുരസ്കാരദാന ചടങ്ങിനേക്കാൾ അർത്ഥവ്യാപ്തിയുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മലയാള ഭാഷയ്ക്ക് വേണ്ടി സേവനങ്ങൾ നടക്കുന്ന ഒരുപാട് പ്രഗത്ഭമതികളെ ഞാനിവിടെ കാണുന്നുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ തല കുനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാഷ വേണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് വേണ്ടത്? നമ്മുടെ സ്വന്തം ഭാഷയെ പരിപോഷിപ്പിക്കുവാൻ നമുക്ക് താല്പര്യമില്ല എങ്കിൽ അത് പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടാണോ മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കേണ്ടത്? അത് വിദ്യാഭ്യാസമുള്ള ഓരോ കുട്ടിയുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ ഭാഷയെ പ്രോത്സാഹിപ്പിക്കുകയും ഈ ഭാഷയിലൂടെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെയും വൈകാരികതയും അറിയാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വരുന്ന കുട്ടികളോട് എനിക്ക് വാസ്തവത്തിൽ സഹതാപമാണ്. കാരണം അവരെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടില്ലെന്നൊന്നുമല്ല. പക്ഷേ നമ്മുടെ ഒരു 4 വരി വായിച്ചിട്ട് പുളകം കൊള്ളാൻ ഈ കുഞ്ഞിന് സാധിച്ചില്ലല്ലോ. ചന്തമേറിയ പൂവിലും ശബളാഭമം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും എന്നൊക്കെ വായിക്കുമ്പോൾ അയാൾക്കൊരു ആഹ്ലാദമുണ്ടാകണ്ടേ? എന്തിന് ചങ്ങമ്പുഴയുടെ ഒരു വരി എടുത്തിട്ട് ആര് വാങ്ങും ഈ ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന് പറയുമ്പോൾ അടച്ചു വെച്ചിട്ട് ആരാമത്തിൻ്റെ രോമാഞ്ചം, പൂമാല വാങ്ങിക്കുമ്പോൾ നല്ല ചോദ്യം, ആരാമത്തിൻ്റെ രോമാഞ്ചം വാങ്ങിക്കുമ്പോൾ എന്നാണ്. അതിനകത്തുള്ളൊരു കവിതയുടെ ഒരു മിന്നലാട്ടം കാണാൻ ഈ കുഞ്ഞിന് സാധിക്കുന്നില്ലല്ലോ. എന്തിന് എഴുത്തച്ഛൻ്റെ 4 വരി വായിക്കാനോ? കുഞ്ചൻ നമ്പ്യാരുടെ പ്രകമ്പനം കൊള്ളിക്കുന്ന 4 വരികൾ വായിച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ചില വരികളുണ്ട്. കാണാപ്പാടം ഇപ്പോൾ പഴയ പോലെ കാണാപ്പാടം പഠിക്കാൻ സാധിക്കില്ല. കാരണം ബ്രെയിൻ സെല്ല് നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പണ്ട് നല്ല കാലത്ത് പഠിച്ചതേ ഓർമ്മയുള്ളൂ. ഇപ്പോൾ കാർത്തികവീരാർജുന വിജയത്തിലോ മറ്റോ ആണ് നമ്പ്യാർ പറയുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വരികൾ അത്ര കേമമായതുകൊണ്ടല്ല, പക്ഷേ ഇതിൻ്റെ ഒരു ശബ്ദാലങ്കാരത്തിൻ്റെയും ശബ്ദഘോഷത്തിൻ്റെയും അത്ഭുതം അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു കുട്ടിയെ എന്തിനു കൊള്ളാമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർ നഷ്ടമാവുന്നത് എന്താണെന്ന് അവൻ അറിയുന്നില്ലല്ലോ. അക്കാലങ്ങളിൽ അതിഭുജ വിക്രമ ധിക്രത ചക്രപരാക്രമനാകിയ നക്തഞ്ചരപതി രാവണൻ എന്നൊരു ശക്തൻ വന്നു പിറന്നു ധരായാം. രാവണൻ ജനിച്ചതിനെ പറ്റിയാണ് 4 വരിയിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഒന്നും കൂടെ പറഞ്ഞോട്ടെ, അതിൻ്റെ പ്രാസം നോക്കണം. എല്ലാം കൂട്ടക്ഷരമാണ് കേട്ടോ. ഈ കൂട്ടക്ഷരം ഉണ്ടെങ്കിലേ ശക്തിയുള്ളൂ, ഇടിക്കുന്ന പോലെ കിട്ടുള്ളൂ. അക്കാലങ്ങളിൽ അതിഭുജ വിക്രമ ധിക്രത ചക്രപരാക്രമനാകിയ നക്തഞ്ചരപതി രാവണൻ എന്നൊരു ശക്തൻ വന്നു പിറന്നു ധരായ. ഇങ്ങനെ എടുത്ത് വാക്കുകളെ അമ്മാനമാടിയ കുഞ്ചൻ നമ്പ്യാരുടെ 4 വരി അറിയാതെ നീ എന്തിനടാ ഈ 12ാം ക്ലാസ് ജയിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ കുട്ടികളെ ഈ അത്ഭുതത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ മാതാപിതാക്കളുടെ അജ്ഞതയ്ക്ക് മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് അത് വിറ്റ് കച്ചവടമാക്കുന്ന സ്കൂളുകളെ പറ്റി ഒരു ചെറിയ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഭാഷാ സമ്മേളനത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സമുദ്രതീരത്തിന് എല്ലാ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. 51 പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ സുരതമാണ്. അത് വായനയിലെത്തുമ്പോൾ ആ സുരതം വേറെ കുറച്ച് ആൾക്കാരൂടെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കും താൻ ചെയ്യുന്നത് മോശമല്ല. അപ്പോൾ 51 കൃതികൾ, അതിൽ 2 പാചക കൃതികളും ഉണ്ടായിരുന്നു. 2 പുസ്തകങ്ങൾ അച്ചടിക്കാത്തതുമായിരുന്നു. പക്ഷേ എല്ലാവരെയും ഇവിടെ വിളിച്ച് അഭിനന്ദിക്കുക എന്ന് പറയുന്നത്, അതിന് നമ്മുടെ കേന്ദ്രം തയ്യാറായത് വളരെ സന്തോഷപൂർണമായ കാര്യമാണ്, ഏറ്റവും വലിയ കാര്യമാണ്. ഞങ്ങൾ ഈ 51 കൃതികളെ റൂവൽ സിംഗ്, പ്ലാക്കാർഡ് ശ്രീകുമാർ ഇവരുടെ നേതൃത്വത്തിൽ ഞാനും ഡയറ്റിൻ്റെ മുൻ പ്രിൻസിപ്പലായിരുന്ന ആർ പ്രസന്നകുമാർ സാറ്, ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ മലയാള വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ ഷെല്ലി, ഞങ്ങൾ 3 പേരാണ് പ്രധാനമായും ഇവരുടെ നിർദ്ദേശമനുസരിച്ച് കൃതികൾ പരിശോധിച്ചത്. ഈ 51 കൃതികൾ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ 8 കൃതികൾ പ്രധാനമായി മാറ്റിയെടുത്തു. 3 പേരുടെയും വായനാ തലത്തിൽ ഇട്ട മാർക്കനുസരിച്ചാണ് 8 കൃതികൾ തിരഞ്ഞെടുത്തത്. ആ 8 കൃതികളിൽ നിന്നാണ് പിന്നീട് ഒരു കൃതി തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പോൾ 3 കൃതികൾ ഞങ്ങൾക്ക് ലഭിച്ചത്. ആ 8 കൃതികൾ ഞാനൊന്ന് പറയാം. മാതൃഭാഷയും നവകേരള സൃഷ്ടിയും, അനിൽകുമാർ പവിത്രേശ്വരം, നിരൂപണ ഗ്രന്ഥമാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല.
അടുത്ത പുസ്തകമാണ് ഇന്ന് 1-ാം സ്ഥാനത്തെത്തിയ ഭാഷാ വികസനത്തിൻ്റെ ജനാധിപത്യ വഴികൾ, ഡോക്ടർ ആർ ശിവകുമാർ. 3-ാമത്തത് ഒരു സ്ഥലത്തിൻ്റെ ചിത്രമാണ്. അവിടെ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന, ഇപ്പോൾ കന്യാകുമാരിയുടെ ഭാഗമായ നെയ്യൂർ, ഡോക്ടർ NB സുരേഷ് ബാബു. അടുത്തത് ചന്തുമേനോൻ ജീവിതവും കൃതികളും, പ്രിയ കവി സജീവ് നെടുമങ്കവൻ്റെ കൃതി. അടുത്തത് മുദ്രാരാക്ഷസൻ കിളിപ്പാട്ട് പാഠവും പഠനവും, ഡോക്ടർ പ്രൊഫസർ ലാലു എസ് കുറുപ്പ്, കൊട്ടിയം NSS കോളേജിലെ മലയാള വിഭാഗം പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പുസ്തകവും വന്നിരുന്നു, മാനുസ്ക്രിപ്റ്റോളജി ഗവേഷണവും പഠനവും. അടുത്തത് വർഗീകരണവും മലയാള വ്യാകരണ കൃതികളും, ഡോക്ടർ അശോക് ഡിക്രൂസ്, പഠനം. അടുത്തത് പെരുമലയൻ, ശ്രീ MV ജനാർദ്ദൻ അവർകൾ. ഇത്രയും നമ്മൾ പ്രത്യേകം 8 കൃതികൾ തിരഞ്ഞെടുത്തു. അതിൽ നിന്നാണ് 1-ാം സ്ഥാനത്തെത്തിയ ഡോക്ടർ ശിവകുമാർ സാറിൻ്റെ ഭാഷാ വികസനത്തിൻ്റെ ജനാധിപത്യ വഴികൾ. തിരിച്ചറിയുമോ എന്നൊരു കാര്യം ഈ അച്ഛൻ എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിക്കുമായിരുന്നു എങ്കിൽ ഈ പറയുന്ന അബദ്ധങ്ങളൊന്നും ഉണ്ടാവില്ല. അച്ഛനെ തിരിച്ചറിയാനും അമ്മയെ തിരിച്ചറിയാനും നടന്നു പോകുന്ന മണ്ണിനെ തിരിച്ചറിയാനും കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അതായിരിക്കും ഏറ്റവും വലുത് എന്ന ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇവിടെ നിന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ഒരുപാട് ആഗ്രഹങ്ങളുമായി ജീവിതത്തിൽ മക്കളെ വളർത്തിവിട്ടിട്ട് ഒന്നുമല്ലാതായി തീരേണ്ട അവസ്ഥ ഉണ്ടാകുന്ന അവരെ സംരക്ഷിക്കുന്ന ഒരു ഇടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം മാതൃകകൾ തേടി നമ്മൾ മറ്റെങ്ങും പോകണ്ട. നമ്മുടെ തൊട്ട് മുന്നിൽ മാതൃകകൾ ഇരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നാളെ ഇതിലേക്കാണ് ചെന്ന് വീഴേണ്ടത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇത്തരം അവാർഡിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ റൂൽ സിംഗും സുഹൃത്തുക്കളും നൽകുന്ന, സമുദ്രതീരം നൽകുന്ന, കാരണം എല്ലാം ചെന്ന് അടിയുന്നത് സമുദ്രത്തിലാണ്, എല്ലാത്തിനെയും ഏറ്റെടുക്കുന്നതും സമുദ്രമാണ്. നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ അടുത്ത കാലത്ത് വർക്കല വേറൊരാവശ്യമായിട്ട് ഒരു ഡോക്യുമെൻ്ററി ഷൂട്ടിങ്ങിനായിട്ട് ഞാൻ പോയപ്പോൾ എനിക്ക് വളരെ വേദനിക്കുന്ന ഒരു രംഗം കാണും. ഈ അവസരത്തിൽ ഞാൻ ഉമ്മൻചാണ്ടി അവരെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ മറ്റു പല കാര്യങ്ങളെ സംബന്ധിച്ചും നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ചയാകുമെങ്കിലും 2 കാര്യങ്ങൾ അദ്ദേഹം 11-16 വരെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത 2 കാര്യങ്ങൾ അധികമാരും പിന്നീട് പറഞ്ഞ് ഞാനെങ്ങും കേട്ടിട്ടില്ല. ഒന്ന്, മലയാളത്തിനെ ശ്രേഷ്ഠ ഭാഷ പദവി നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായിരുന്നു. അതിൻ്റെ ഒരുപാട് സാങ്കേതികമായ ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പോൾ NV കുറുപ്പ് സാറും സുഗതകുമാരി ടീച്ചറും അടങ്ങുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് കാലമായി അതിൻ്റെ പിന്നാലെയായിരുന്നു. അത് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി അംഗീകാരം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്നും മടങ്ങിയ ശ്രീ K. ജയകുമാർ IAS-നെ പ്രഥമ വൈസ് ചാൻസലറാക്കിക്കൊണ്ട് മലപ്പുറത്ത് മലയാളം സർവകലാശാല സ്ഥാപിച്ചതും, ഈ 2 കാര്യങ്ങൾ മലയാള ഭാഷയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ വലിയ 2 സംഭാവനകളാണ്. പല കാര്യങ്ങളും പറയുന്നെങ്കിലും ഈ 2 കാര്യങ്ങൾ പിന്നീട് ആരും പറഞ്ഞ്, അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, മലയാളം ഭാഷയെക്കുറിച്ചുള്ള ചർച്ച അധികം എവിടെയും നടക്കാറില്ല. അങ്ങനെ നടക്കുമ്പോഴാണല്ലോ ഇവിടെ ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയതുകൊണ്ടാണ് എനിക്ക് പോലും ഇത് പറയാൻ ഓർമ്മ വന്നത്, ഞാൻ പറഞ്ഞത്. അപ്പം മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങളുടെ കുറവ് ആയിട്ട് വേണമെങ്കിൽ അതിനെ കാണാം. ഇപ്പോൾ ഞാൻ കർണാടകത്തിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ഏത് ചടങ്ങ് ആരംഭിക്കണമെങ്കിലും സർക്കാർ ചടങ്ങല്ല, സ്വകാര്യ ചടങ്ങുകൾ തുടങ്ങുകയാണെങ്കിൽ പോലും കുവമ്പു എഴുതിയ നാട്ടുഗീത അത് പാടിക്കൊണ്ടാണ് അവിടുത്തെ ഏത് ചടങ്ങുകളും ആരംഭിക്കുന്നത്. അപ്പോൾ കുവമ്പുവിനെ അനുസ്മരിക്കും, ഭാഷയിൽ അഭിമാനിക്കും, എന്നിട്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. നമ്മൾക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മൾ മറ്റെല്ലാ കാര്യത്തിലും കാണിക്കുന്ന ഒരു വാശി മലയാളത്തിൻ്റെ പൊതുസമൂഹം ഭാഷയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി കാണിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ അപകടങ്ങൾ വേറൊരു രൂപത്തിലുള്ളതാണ്. നേരത്തെ അതിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന സമയത്താണ് ഞാൻ വന്നത്. പക്ഷേ എനിക്കത് കണക്ട് ചെയ്തു പെട്ടെന്ന്. കാരണം ഞാൻ ഈ വിഷയം
ഒരാഴ്ചയ്ക്ക് മുമ്പ് നിയമസഭയിൽ പറഞ്ഞതാണ്. നമ്മുടെ കുട്ടികൾ കല, സാഹിത്യം, സാംസ്കാരിക പ്രവർത്തനം ഇതിൽ നിന്നെല്ലാം മാറിപ്പോയിട്ട് പിന്നെ എവിടെയാണ് അവർ പോകുന്നത് എന്നത് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരാഴ്ച ആ നിയമസഭയിൽ ആ പ്രസംഗം നടത്തുന്നതിന് ഒരാഴ്ച കൊണ്ട് കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ മാത്രം നിയമസഭയിൽ പറയേണ്ടി വന്നു. അതിലൊന്ന് താമരശ്ശേരിയിലാണ്. ഒരു മകൻ അവൻ്റെ ഉമ്മയുടെ തലയറുത്തങ്ങ് കൊന്നു. ഉമ്മ ക്യാൻസർ രോഗിയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞ് സഹോദരിയുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. ഇവൻ്റെ വീട്ടിലാണെങ്കിൽ പിതാവ് ഇവന് 2.5 വയസ്സായപ്പോൾ ഉപേക്ഷിച്ചു പോയതാണ്. പിന്നെ ഈ ഉമ്മയാണ് കഷ്ടപ്പെട്ട് ഇവന് 23 വയസ്സ് വരെ അവനെ വളർത്തിയത്, പഠിപ്പിച്ചത്. ആ വീട്ടിൽ ഈ ഉമ്മയും മകനുമായി ഈ 23 വർഷം ഒരുമിച്ച് മാത്രമായി ജീവിച്ചതാണ്. അങ്ങനെ ഒരു ഉമ്മയുടെ തല മകൻ അറുത്തെടുത്ത് അവനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാധ്യമങ്ങളോട് അവൻ പറഞ്ഞത്, എന്നെ ജനിപ്പിച്ചതിൻ്റെ ശിക്ഷയായിട്ടാണ് ഞാൻ ഉമ്മയുടെ തലയറുത്ത് കൊന്നത് എന്നാണ്. നമ്മളെല്ലാം കേട്ടില്ലേ ടി വിയിൽ കൂടി. തിരുവനന്തപുരത്ത് പാറശാലയിൽ വെള്ളറടയിൽ ഒരു പയ്യൻ അച്ഛനെ തല വെട്ടിക്കൊന്നു. എന്നിട്ട് അവൻ അച്ഛൻ്റെ അനുജനെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചച്ഛനോട് പറഞ്ഞു ഞാൻ അച്ഛനെ കൊന്നു എന്ന്. വളരെ കൂളായിട്ട് ഫോൺ ചെയ്ത് പറയുകയാണ്, വീട്ടിലേക്ക് വരൂ, ഞാൻ അച്ഛനെ കൊന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ആ കുട്ടി MBBS-നാണ് പഠിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ എന്തെങ്കിലും കുറവുകൊണ്ട് ഉണ്ടായ ഒരു കുഴപ്പമാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? എൻ്റെ മണ്ഡലമായ കുണ്ടറയിൽ ഒരു കുട്ടി 1 മാസം മുമ്പ് അമ്മയെ മുത്തശ്ശനും തലക്കടിച്ചു കൊന്നു. ആദ്യം മുത്തശ്ശനെ തലക്കടിച്ച് വീഴ്ത്തി. അമ്മയപ്പോൾ ഉണ്ടായിരുന്നില്ല. അമ്മ പുറത്തെവിടെയോ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അമ്മയെ വലിച്ചു മുറിക്കകത്തേക്കിട്ട് അമ്മയുടെ തലയിൽ എത്ര തവണ ചുറ്റിക കൊണ്ട് അടിച്ചു എന്ന് പോലീസുകാർ ചോദിച്ചിട്ട് ഓർമ്മയില്ലെന്നാണ് അവൻ പറഞ്ഞത്. അത്രയും തവണ അടിച്ചിട്ടുണ്ട്. ഇവരെന്നോ കിടന്ന് അനങ്ങിയപ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി. പിന്നെ തലയണ കൊണ്ട് കഴുത്തിൽ വെച്ച് കയറിയിരുന്ന് അവരെ കൊന്നെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവിടെ അവസാനിച്ചില്ല. ഉച്ചയ്ക്ക് കഴിഞ്ഞ് 3 മണിക്കാണ് ഈ കൊലപാതകം നടത്തുന്നത്. രാത്രി 8 മണി വരെ ആ പയ്യൻ ആ വീട്ടിലുണ്ടായിരുന്നു. അമ്മയുടെ മൃതശരീരത്തിൻ്റെ അടുത്ത് അവൻ തന്നെ അടുക്കളയിൽ പോയി ഓംലെറ്റ് ഉണ്ടാക്കി അവിടെ ഇരുന്ന് കഴിച്ച് ബ്ലൂടൂത്തിൽ പാട്ട് കേട്ട് രാത്രിയായപ്പോൾ മതിൽ ചാടി വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോയി. പിറ്റേ ദിവസം രാവിലെയാണ് ആ വീട്ടിൽ അനക്കമൊന്നും കേൾക്കാത്ത കാരണം, ആരും പുറത്തോട്ട് വരാത്ത കാരണം അയൽവക്കത്തുള്ള ആളുകൾ പോയി നോക്കുമ്പോൾ ഈ 2 ആളുകൾ അവിടെ കിടക്കുന്നത് കാണുന്നു. ഞാൻ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ആ വീട്ടിൽ പോയതാണ്. കുണ്ടറയിൽ ഉള്ളപ്പോൾ സമയത്താണ് ഞാൻ പേരേത്ത ഈ സംഭവം നടന്നത്. അപ്പോൾ അയൽവക്കത്തുള്ള ആളോട് ചോദിച്ചപ്പോൾ ഈ കുട്ടി മുറിയിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്നാണ് പറയുന്നത്. അവന് സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ല. അമ്മയ്ക്കാണെങ്കിൽ മകൻ്റെ മുറി കയറാൻ പേടിയാണ്. ഇതൊരു വീടല്ല, ഒരുപാട് വീടുകളിൽ മക്കളെ പേടിച്ച് അമ്മമാർ കഴിയുന്നുണ്ട്. ലഹരിക്ക് അടിമയായിട്ട് അമ്മയെ തിരിച്ചറിയാത്ത മക്കളാണ്. പുറത്തു പറയാൻ കഴിയാതെ നീറി അവർ ജീവിക്കുകയാണ്. എത്ര വീടുകളിലുണ്ട്? ആരെങ്കിലും പുറത്തു പറയൂ? ഒരുപാട് ആത്മഹത്യകൾ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നില്ലയോ, അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കാര്യമില്ലാഞ്ഞിട്ടല്ല, കാര്യം നമ്മളോട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഇനി പറ്റില്ല എന്ന് കരുതി അതിലേക്ക് പോകുന്നത്. ചെമ്പകം പൂക്കുന്നുവോ മണ്ണിൻ്റെ പ്രാർത്ഥനാലാവണ്യമായി, വിണ്ണിൻ്റെ ആശംസയായി, വിണ്ണിൻ്റെ ആശംസയായി. താങ്ക് യു. ഇത്ര വളരെ മനോഹരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു വ്യക്തിയുടെ സംഭാഷണവും അതിനെ തുടർന്ന് ഉള്ള ചില പ്രതികരണങ്ങളിൽ നിന്നാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഇവിടെ വന്നതിന് ശേഷമാണ്. ഞാൻ ഈ പുസ്തകം എഴുതുന്നതിനുള്ള കാരണം ഒരു വ്യക്തിയുടെ അവകാശങ്ങളുടെ ഒപ്പം ഭാഷയും ഉണ്ട്
എന്ന ചിന്ത മനസ്സിൽ വന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങളോടൊപ്പം നിലനിൽക്കുന്ന ഒരു അവകാശം തന്നെയാണ് ഭാഷാപരമായ അവകാശം എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മനസ്സിലാകാത്ത ഭാഷ അവൻ്റെ നേർക്ക് ഉപയോഗിച്ചാൽ അത് ഭാഷാപരമായ മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് ഇന്ന് ഭാഷയെക്കുറിച്ച് ലോകം അടയാളപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ കെനിയയിലെ ഒരു എഴുത്തുകാരനുണ്ട് എൻഗുഗി. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എൻഗുഗി വാ തിയോങ്കോ. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്, ഡീകോളനൈസിങ് ദ മൈൻഡ്, മനസ്സിൻ്റെ അപകോളനീകരണം. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, എൻഗുഗി എന്ന് പറയുന്ന കെനിയയിലെ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് സ്വന്തം മാതൃഭാഷ, അതായത് ഗിഗുയു എന്ന് പറയുന്ന ഭാഷ ഉപയോഗിക്കുന്നതിന് അദ്ദേഹത്തിന് വിലക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാഷ ഉപയോഗിക്കാൻ ഒരു വ്യക്തിക്ക് വിലക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥയും ഭാഷാപരമായ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. ഞാനിത് പറയാൻ കാരണം, ഈ കഴിഞ്ഞ നവംബർ 1 മലയാള ദിനാഘോഷത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ, സംസ്ഥാനതല ഭരണഭാഷാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഈ പേര് പ്രത്യേകം പറഞ്ഞു, എൻഗുഗിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു വ്യക്തിക്ക് സ്വന്തം മാതൃഭാഷ ഉപയോഗിക്കാൻ അവസരമുണ്ടാകാതിരിക്കുന്നത്, ഈ ലോകം അതിനെ അടയാളപ്പെടുത്തുന്നത് ഭാഷാപരമായ മനുഷ്യാവകാശ ലംഘനം എന്നാണ്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ പുസ്തകം ഡീകോളനൈസിങ് ദ മൈൻഡ് എന്ന് പറയുന്ന ആ പുസ്തകം പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചത് ഈ സമീപവാസിയാണ് എന്നാണ്. ഒരു ബിനു ഇടനാട് എത്ര സ്ഥലമുണ്ട് സർ വ്യത്യാസം? 1 കിലോമീറ്ററേ ഉള്ളൂ. അതായത് ബിനു ഇടനാടാണ് ഈ പുസ്തകത്തെ മനസ്സിൻ്റെ അപകോളനീകരണം എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് പലപ്പോഴും ഭാഷാപരമായ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ചർച്ച വരുമ്പോൾ ലോക പുസ്തകങ്ങളെക്കുറിച്ച് പറയും. ഇപ്പോൾ ടോസ് കട്നാപ് കാങ്കാസിൻ്റെ ലിംഗ്വിസ്റ്റിക് ജെനോസൈഡ് ഇൻ എഡ്യൂക്കേഷൻ ഓർ വേൾഡ് വൈഡ് ഡൈവേഴ്സിറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഭാഷാവകാശം മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. പക്ഷേ നമ്മുടെ പ്രബുദ്ധമായ കേരളത്തിൽ ഭാഷാപരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2016-17 കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസുള്ള ഒരു സർക്കാർ സ്ഥാപനം 3ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിച്ചിട്ടുള്ള ആനപ്പാപ്പാൻ എന്ന തസ്തികയ്ക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കഠിനമായ ഇംഗ്ലീഷിലാണ്. 3ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിച്ചിട്ടുള്ള ഒരു തസ്തികയ്ക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കഠിനമായ ഇംഗ്ലീഷിലാണ്. അതിനെതിരെ പരാതി വന്നു, നടപടികളുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സമൂഹത്തിൻ്റെ ഭാഷ എന്തിന് ഭരണരംഗത്ത് ഉപയോഗിക്കണം, അതിനെ എന്തിന് വിദ്യാഭ്യാസ രംഗത്ത് ഉപയോഗിക്കണം എന്നത് സംബന്ധിച്ച് ഈ 3ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിച്ചിട്ടുള്ള ഒരു തസ്തികയ്ക്ക് ഇംഗ്ലീഷിലാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് എന്ന അവസ്ഥ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന വസ്തുതയുമായി ചേർത്ത് നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ ഞാനിവിടെ വന്നപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചത് ഇതിൻ്റെ വൃത്തിയാണ്. ഞാൻ ഇടയ്ക്ക് ഇതുപോലെയുള്ള തിരുവനന്തപുരത്തെ പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ, ശരിക്കും പറയാൻ പാടില്ല എന്നാലും പറയുകയാണ്, അവിടെ നമ്മുടെ പുറത്തെ അന്തരീക്ഷത്തിൽ നമ്മുടെ മൂക്കിൽ എന്താണോ ലഭിക്കുന്ന ഒരു സ്ഥിതി, അതല്ല അത്തരത്തിൽ സാഹചര്യങ്ങളിലെത്തുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും മെച്ചപ്പെട്ട രീതിയിലല്ല അവർ അത് കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. എന്നാൽ എനിക്ക് തിരിച്ച് നേരെ വിഭിന്നമായ ഒരു മാനസികാവസ്ഥയാണ് ഇത് സംബന്ധിച്ച് തോന്നിയത്. ബഹുമാനപ്പെട്ട റുവൽ സിംഗിന് അത് നൽകുന്നതിന് വേണ്ടി അത് സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം ഉണ്ട്.
പുരുവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഭർത്താവിന് പറയുന്ന കൊളോക്കൽ ലാംഗ്വേജാണ് പുരുവൻ എന്ന് പറയുന്നത്. ഓള് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവള് എന്നല്ല, ഭാര്യ എന്നർത്ഥം. അപ്പോൾ അത്തരം ഭാഷകൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഭാഷയെ വീണ്ടെടുക്കാൻ ഞാൻ 20 വർഷം നടത്തിയ ഒരു ശ്രമമാണ് ആ നോവൽ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു നോവലിലേക്ക് എത്താൻ വന്ന വഴിയാണ്. വഴി, ഞാൻ ഇപ്പോഴും വൈദ്യവൃത്തി ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കുടുംബം വൈദ്യവൃത്തി ചെയ്ത് ജീവിച്ചവരായിരുന്നു. പക്ഷെ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ വൈദ്യവൃത്തി ചെയ്യുമ്പോൾ ആരോടും പ്രതിഫലം വാങ്ങിച്ചിരുന്നില്ല, സൗജന്യമായിരുന്നു. ഞങ്ങളൊരല്പം നെല്ലുള്ള വീടായിരുന്നു. വന്നവർക്കൊക്കെ മുഴുവൻ സൗജന്യമായി ചികിത്സയായിരുന്നു. എനിക്കങ്ങനെ ആവാത്തത് കൊണ്ട് ഞാൻ കാശ് വാങ്ങിക്കാറുണ്ട്. പക്ഷേ കാശില്ലാത്തത് കൊണ്ട് ഒരാൾക്ക് ഞാൻ ചികിത്സ നിഷേധിച്ചില്ല. ഒരാളുടെ കയ്യിൽ കാശില്ലെങ്കിൽ അവർക്ക് ഞാൻ ചികിത്സ നൽകും, മരുന്ന് സൗജന്യമായി കൊടുക്കും. അല്ലാതെ അതിനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ അത് ഞാൻ പറയാൻ കാരണം ഈ നോവലിൻ്റെ ഒരു അംശം കൂടിയാണ് അത് എന്നുള്ളത് കൂടിയാണ്. ഞാൻ മുമ്പ് ഒരു 23-24 വർഷത്തോളം ഞാൻ ബാങ്കിൽ കണക്കപ്പിള്ളയായി ജോലി ചെയ്തിരുന്നു. അക്ഷരങ്ങൾ വിട്ട് അക്കങ്ങളെ പ്രണയിച്ച് കെട്ടിമറഞ്ഞൊരു കാലുണ്ടായിരുന്നു. വളരെ വിഷമമാണ് കേട്ടോ. ബാങ്കുകാർ ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. എപ്പോഴും 4, 3 കൂട്ടി 7 അല്ലാതെ ഒരു ദിവസം 6 കിട്ടൂല, ഒരു ദിവസം 5 കിട്ടൂല, ഒരു ദിവസം 8 കിട്ടൂല. വല്ലാത്ത പ്രതിസന്ധിയാണ്. അതനുഭവിച്ച് അതിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. വണ്ടർ റിട്ടയർമെൻ്റ് എടുത്ത് രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനന്ന് ഗോൾഡ് സെക്ഷനായിരുന്നു. അന്ന് ബാങ്കിലെ കൗണ്ടർ വലിയ ഉയരമുള്ളതാണ്. ഇപ്പോഴും കമ്പ്യൂട്ടറൊക്കെ വന്ന് ചെറിയ കുഞ്ഞായി. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു 83 വയസ്സുള്ള ഒരു സ്ത്രീ, ബ്ലൗസും ധരിച്ചില്ല, ഒരു തുണി ശരീരത്തിൽ ഒരു മുട്ടിന് കുറച്ച് താഴെ എത്തുന്ന ഒരു മുണ്ടുടുത്ത് കഴുത്തിലൊരു കറുപ്പ് ചരടും കെട്ടി എൻ്റെ മുമ്പിൽ വന്നു. അവരുടെ കയ്യിലുള്ളൊരു പൊതി എനിക്ക് നീട്ടിയിട്ട് പറഞ്ഞു, സാറേ ഇത് പണയം വെച്ചിട്ട് എനിക്കൊരു 200 റുപ്യ സാറ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കവർ വളരെ അടുത്തറിയാം, അവർക്ക് എന്നെയും അറിയാം. പക്ഷെ എന്നെ മനസ്സിലാവാത്തതാണ് പ്രശ്നം. ഞാൻ ഈ പൊതി അയച്ചു നോക്കുമ്പോഴേക്കും മുല്ലമുട്ടിനേക്കാൾ ചെറിയ അവരുടെ കാതിലുണ്ടായിരുന്ന ചെറിയ സ്വർണത്തിൻ്റെ 2 തരികളാണ്. ഞാനത് എഴുന്നേറ്റ് നിന്ന് കയ്യിലിങ്ങനെ അനക്കിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇത് വിറ്റാൽ 200 കിട്ടൂല, പിന്നീട് പണയം വെച്ചാൽ കിട്ടുക എന്ന് ചോദിച്ചു. ഉടനടി അവരെന്നോട് പറഞ്ഞു, എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഉടനടി പറഞ്ഞു, എൻ്റെ കള്ള, നീ ഇടി ഇരിക്കുന്നല്ലേ, കൊണ്ടാ എൻ്റെ പൊന്നും കൊണ്ട. എൻ്റെ കൈ വന്നാൽ പൊന്ന് വാങ്ങിച്ച് അവരുടെ കാതിൽ അപ്പോൾ തന്നെ ഇട്ടിട്ട് കൊണ്ട 200 റുപ്യ കൊണ്ടാ, 200 കൊണ്ടാന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് 200 റുപ്യ എടുത്ത് കൊടുത്തു. 200 എടുത്ത് കൊടുത്തപ്പോൾ അവർ പറയുകയാണ്, അപ്പുറത്ത് ആൾ നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ പറയുമ്പോൾ കണ്ണൂർ ഭാഷയായി പോകുന്നുണ്ടല്ലേ, അപ്പുറത്ത് നിന്നൊക്കെ. അപ്പോൾ ആൾക്കാരെ കണ്ട് അവരെ നോക്കിയിട്ട് ഇവർ പറയുകയാണ്, ഇവനോട് ഞാൻ ഓശാരത്തിനല്ല 200 മേടിക്കുന്നത്, വെറുതെ അല്ല വാങ്ങിക്കുന്നത്, ഇവൻ്റെ അമ്മേരെ വയറ്റുന്ന ഇവനെ ഭൂമി കാണിച്ചിന് ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കൈ ചുക്കിച്ചുളിഞ്ഞ 83 വയസ്സുള്ള വരവീണ് ആ കൈ ഞാൻ അവിടെ പിടിച്ചു. എൻ്റെ മനസ്സിലന്ന് ആഞ്ഞു തറച്ചൊരു കാര്യം, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്നെ ആദ്യം തൊട്ടത് എൻ്റെ അമ്മയുടെ കൈയായിരുന്നില്ല, ഈ മാണിയമ്മയുടെ കൈയായിരുന്നു. അവരുടെ നരച്ച പഴകിയ കണ്ണാണ് എന്നെ ആദ്യം കണ്ടത്, എൻ്റെ അമ്മയുടെ കണ്ണായിരുന്നില്ല. ഇനി എന്നെ അവസാനം ആര് തൊടുന്നു എനിക്കറിയില്ല, അവസാനം എന്നെ ആര് കാണുന്നു എനിക്കറിയില്ല, അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ ആ കൈ പിടിച്ചപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഒരു ഇടിമിന്നൽ വീഴും പോലെ എൻ്റെ മനസ്സിൽ ഈ കൈ അമർന്ന് പതിയുകയാണ്. പിന്നെ ആ കൈ തേടി ഞാൻ നടക്കുകയാണ്. ആ കൈ നേടുന്ന എവിടെയെങ്കിലും ബസാറിലവരെ കണ്ടാൽ ഞാൻ അവരെ കൈ പിടിക്കും. പ്രായമുള്ളവരുടെ കൈ പിടിക്കുമ്പോൾ അവർ പറയും, തമാശയായിട്ട് പറയും, നോക്കറ ഒരു ചക്കൻ ഒരു പെണ്ണിൻ്റെ കൈ പിടിക്കുന്നു, ഈ ചക്കന് നാണുമില്ലേ എന്ന് പറയും. ഞാൻ എന്തായാലും കൈ വിടൂല. പിന്നെ ഞാൻ മാണിയമ്മയെ സ്നേഹിച്ച് ഞാനും മാണിയമ്മയും ഒന്നായി മാറി. പിന്നെ ഞാൻ ഏത് സമയം എനിക്ക് ഒഴിവ് കിട്ടുമ്പോഴും 20 വർഷം മുമ്പേ മാണിയമ്മയുടെ അടുത്ത് പോവും. മാണിയമ്മയുടെ ജീവിതം എന്താണെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് അവർ ഒഴുക്കിത്തരും. അങ്ങനെ ഒഴുക്കി തന്നപ്പോൾ ഉണ്ടായിരുന്ന അതിഭീകരമായ അതിഹൃദയസ്പൃക്കായ അനുഭവമാണ് എൻ്റെ നോവൽ. അത് എത്രത്തോളം അതിലേക്ക് ഒഴുക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത് മാത്രമാണ്. കിളികളാരവം തീർക്കും കരകളും ഹരിത കമ്പളം മൂടും മലകളും നിറയുമീ നാട് എത്രമേൽ ഗ്രാമീണം കഥകളിപ്പദമാടും നടകളും കഥ പറച്ചിലും തുള്ളലും മേളവും മുടിയഴിച്ചാട്ടമൊക്കെ
ഒക്കെയുമുള്ളൊരൻ ജന്മനാടതെത്രമേൽ ഗ്രാമീണം. കുഴൽവിളികളും തിമിലതൻ മേളവും ഭംഗിയിൽ തിരുവാതിരയാട്ടവും. എവിടേക്കു പോകേണ്ടതെന്നറിയില്ല ഈശ്വര, എവിടേക്കു പോകേണ്ടതെന്നറിയില്ല ഈശ്വര. ലക്ഷ്യമില്ലാത്തൊരു യാത്രയിലാണു ഞാൻ, ലക്ഷ്യമില്ലാത്തൊരു യാത്രയിലാണു ഞാൻ. 90 കഴിഞ്ഞിട്ടുമെൻ ജീവനെടുക്കുവാൻ യമനെ അയക്കുവാൻ മടിക്കുവതെന്തിനോ. 90 കഴിഞ്ഞിട്ടുമെൻ ജീവനെടുക്കുവാൻ യമനെ അയക്കുവാൻ മടിക്കുവതെന്തിനോ. അവിടേക്കു പോലും വേണ്ടാതെയായല്ലോ, അവിടേക്കു പോലും വേണ്ടാതെയായല്ലോ ചുക്കിച്ചുളിഞ്ഞ ഈ ജീവച്ഛവത്തിനെ. ഇടവഴിയില്ലാത്ത നഗരങ്ങളോ, ഇവിടെ നീ തീർക്കുന്ന സ്വപ്നങ്ങളോ, ഇവിടെ നീ തീർക്കുന്ന സ്വപ്നങ്ങളോ, ഇതുവരെ കാണാക്കിനാവുകളോ. ഇവയൊന്നുമല്ല ഈ പ്രകൃതി സത്യം, ഇവയൊന്നുമല്ല ഈ പ്രകൃതി സത്യം.